പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ മോർണിംഗ് റേമയിലൂടെ എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വേഗത്തിൽ വരുന്നവനായ എൻ്റെ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ പ്രാരംഭത്തിൽ അറിയിച്ചു കൊള്ളുകയാണ്. ഇന്ന് എന്നെ ചിന്തിപ്പിച്ച ഒന്ന് രണ്ട് കാര്യങ്ങൾ വേഗത്തിൽ ദൈവസന്നിധിയിൽ പറഞ്ഞ് ഞാൻ ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിന് ഒരു വാക്യം വായിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 28-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം വായിക്കുന്നത് ഇങ്ങനെയാണ്: പൗലോസ് കുറേ വിറക് പെറുക്കി തീയിലിട്ടപ്പോൾ ഒരു അണലി ചൂട് നിമിത്തം പുറപ്പെട്ട് അവൻ്റെ കൈക്ക് പറ്റി. ആമേൻ, സ്തോത്രം. ഈ വാക്യം നമുക്കെല്ലാവർക്കും അറിയാവുന്നുള്ളൊരു വേദഭാഗമാണല്ലോ. ആമേൻ, സ്തോത്രം. ഇതിൻ്റെ 27-ാമത്തെ അധ്യായത്തിൻ്റെ തുടക്കം നമുക്ക് വായിക്കുമ്പോൾ ആമേൻ, പൗലോസ് എന്ന് പറയുന്ന വ്യക്തിയെ തടവുകാരനായിട്ട് പിടിച്ച് ആമേൻ ഇതല്യ എന്ന് പറയുന്ന പട്ടണത്തിലേക്ക് കൊണ്ടുപോകുവാൻ വേണ്ടി ആമേൻ ഇറങ്ങിത്തിരിച്ചതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ആമേൻ, ഇതല്യയിലേക്ക് കൊണ്ടുപോകുവാൻ ശ്രമിച്ച പത്രോസിനെ ദൈവം കൊണ്ടുവന്നത് മെലീത്ത എന്ന് പറയുന്ന ഒരു ദ്വീപിലേക്കാണ്. ആമേൻ, ഇന്ന് ആമേൻ സ്തോത്രം, മെലീത്ത എന്ന് പറയുന്ന ദ്വീപിലേക്ക് കടന്നു വന്ന പൗലോസ് ആമേൻ അനേകർ ആമേൻ സ്തോത്രം തണുപ്പ് മാറ്റുന്നതിന് വേണ്ടിയിട്ട് തീ കൂട്ടുന്ന ഇടയിൽ പൗലോസും ചെന്നിരിക്കുവാനിടയായി. ആമേൻ, ഹല്ലേലൂയ. അനേകർ അതിനകത്ത് വിറക് പറക്കിയിട്ടതാണ്, അനേകർ ആ തീക്ക് ചൂട് കൂട്ടിയതാണ്. പക്ഷേ പൗലോസ് തീക്ക് ചൂട് കൂട്ടിയപ്പോൾ അതിനകത്ത് ആമൻ മറഞ്ഞിരുന്ന ചില ദുഷ്ട ജന്തുക്കൾ ആമൻ പുറത്തു ചാടുവാനിടയായി. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, ആമേൻ സ്തോത്രം, മറ്റാർക്കും അനുഭവപ്പെടാത്ത വിഷയങ്ങളിൽ കൂടി ഇന്ന് നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ ആമേൻ സ്തോത്രം, നിങ്ങളുടെ കൂടെ ഇറങ്ങിത്തിരിച്ചവരൊക്കെ സുഖകരമായ ജീവിതം നയിക്കുന്നുണ്ട്. നിങ്ങൾക്ക് മാത്രം കഷ്ടതകളാണ്. ആമേൻ, നിങ്ങൾക്ക് മാത്രം പ്രതികൂലങ്ങളാണ്. ആമേൻ, മറ്റാരും കടന്നു പോകാത്ത വിഷയങ്ങളിൽ കൂടി ഇന്ന് പകൽക്കാലം നിങ്ങൾ കടന്നു പോകുന്ന വ്യക്തിയാണോ? ദൈവം നിങ്ങളെ കൂടി ചിലത് ചെയ്തെടുക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ആമേൻ, നിങ്ങൾ ആഗ്രഹിച്ചത് വേറൊന്നായിത്തീരണമെന്നാണ്. നിങ്ങൾ ആഗ്രഹിച്ചത് വേറൊരു സ്ഥലത്തിലേക്ക് എത്തിപ്പെടണമെന്നാണ്. പക്ഷെ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെ ദൈവം ചില സാഹചര്യത്തിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ചില വിടുതലുകൾ നിങ്ങളിൽ കൂടി നടക്കേണ്ടതിനാണ് ദൈവം നിങ്ങളെ അവിടെ കൊണ്ടുവന്നത്. ആമേൻ, ഇതല്യയിലേക്ക് ആമേൻ എത്തിച്ചേരുവാൻ പുറപ്പെട്ട പൗലോസിനെ മെലീത്ത എന്ന് പറയുന്ന ദ്വീപിനകത്ത് ചില ബർബരന്മാരുടെ ഇടയിൽ ദൈവം കൊണ്ടു ചെന്നെങ്കിൽ ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, മറ്റാർക്കും കഴിയാത്ത ചില ശുശ്രൂഷകളെ പൗലോസിൽ കൂടി ദൈവം ചെയ്തെടുക്കുവാനിടയായി. ബർബരന്മാരെന്ന് പറയുമ്പോൾ വളരെ ക്രൂരന്മായ ഒരു കൂട്ടം ആമേൻ ജനങ്ങളുടെ മധ്യ പൗലോസിനെ ദൈവം ഉപയോഗിച്ചെങ്കിൽ ആമേൻ നിങ്ങളായിരിക്കുന്നത് സാഹചര്യത്തിൻ്റെ മേൽ ആമേൻ ഹല്ലേലൂയ ദൈവം നിങ്ങളിൽ കൂടി ചെയ്തെടുക്കുവാൻ ആമേൻ ചിലതുണ്ട്. ഹല്ലേലൂയ. പൗലോസ് ഹല്ലേലൂയ വിറക് പറക്കിയിട്ട് ആമേൻ ഹല്ലേലൂയ അണലി അവൻ്റെ മേൽ കൊത്തിയാലും ആമേൻ അവൻ്റെ കൈകളിൽ അണലി കയറി ചുറ്റിയാലും ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് പ്രശ്നങ്ങൾ ആഞ്ഞടിച്ചാലും ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, യാതൊരു പ്രതികൂലത്തിനോ യാതൊരു പിശാചിൻ്റെ തന്ത്രങ്ങൾക്കോ നിങ്ങളെ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. കാരണം നിങ്ങളെ വിളിച്ചുറക്കിയത് ദൈവമാണ്. നിങ്ങളെ മെലീത്ത എന്ന് പറയുന്ന ദ്വീപിനകത്ത് ബർബരന്മാരുടെ ഇടയിൽ നിങ്ങളെ കൊണ്ടുവന്നത് ദൈവമാണ്. ദൈവം നിങ്ങളിൽ കൂടി അവിടെ ചില ചെയ്തെടുക്കുവാനിടയാകും. നിങ്ങൾ ചത്തു വീഴുമെന്ന് പറഞ്ഞ സാഹചര്യത്തിൽ ആമേൻ നിങ്ങളുടെ ജീവിതം ഇവിടം കൊണ്ട് അവസാനിച്ചു എന്ന് പറഞ്ഞ ആമേൻ ഹല്ലേലൂയ അതേ ജാതികളുടെ ഇടയിൽ ആമേൻ അതേ നിഷ്ഠുരന്മാരുടെ ഇടയിൽ നിങ്ങളെ കൊണ്ട് ദൈവം ചില ശുശ്രൂഷകളെ അതിനകത്ത് ചെയ്തെടുക്കുവാനിടയാകും. ആമേൻ, നിഷ്ഠൂരന്മായിരിക്കുന്ന ചിലരോട് സുവിശേഷം പറയുവാൻ, അവരെ ക്രിസ്തുവിലേക്ക് നയിക്കുവാൻ ദൈവം നിങ്ങളെ ആമേൻ ഇടയാക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. നിങ്ങൾ യാദൃശ്ചയാൽ നിങ്ങളായിരിക്കുന്ന സാഹചര്യത്തിൽ എത്തിപ്പെട്ടതല്ല. ആമേൻ ഹല്ലേലൂയ. ആമേൻ, ദൈവം നിങ്ങളെ അവിടെ കൊണ്ടു ചെന്നതാണ്. നിങ്ങളെ ദൈവം അവിടെ കൊണ്ടു ചെന്നിട്ടുണ്ടെങ്കിൽ ദൈവം നിങ്ങളിൽ കൂടി ചിലത് ചെയ്തെടുക്കുവാൻ ആഗ്രഹിക്കുകയാണ്. മെലീത്ത എന്ന് പറയുന്ന ദ്വീപിനകത്തായാലും നിങ്ങളായിരിക്കുന്നത് ഹല്ലേലൂയ ബർബരന്മാരുടെ ഇടയിലായാലും ആമേൻ ഹല്ലേലൂയ അനേകം ദുഷ്ടജന്തുക്കൾ നിങ്ങളെ ചുറ്റിയാലും ആമേൻ ഇന്ന് പകൽക്കാലം നിങ്ങളെ അതിൽ നിന്നെല്ലാം വിടുവിച്ച് ആമേൻ നിങ്ങൾക്ക് അവിടെ ഒരു ശുശ്രൂഷയെ നൽകുന്ന ഒരു ദൈവം സ്വർഗത്തിലുള്ളതിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നമുക്ക് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം.
പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, നന്ദിയോടെ ഈ നല്ല സമയത്തെ ഓർത്ത് സ്തുതിക്കുന്നു. ഞങ്ങൾ കേൾക്കപ്പെട്ട വചനത്തിൻ്റെ മുൻപാകെ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നപ്പ. അവൻ ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചതല്ല ഈ സാഹചര്യത്തിൽ ഞങ്ങൾ വരുമെന്നുള്ളത്. പക്ഷേ ദൈവം ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ യഹോവേ, ഞങ്ങളിൽ കൂടി ദൈവം ചിലത് ചെയ്തെടുക്കണമേ. വചനം കേൾക്കപ്പെട്ട സകലരെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. എല്ലാവരെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണം. അവരിൽ ഹല്ലേലൂയ ദൈവം കൊടുത്തിരിക്കുന്ന ശുശ്രൂഷയെ ഈ നാളുകളിൽ ദൈവം പുറത്തു കൊണ്ടുവരണം. ബർബരന്മാരോട്, നിഷ്ഠൂരന്മാരോട് സുവിശേഷം പറയുവാൻ, അനേകരെ ക്രിസ്തുവിലേക്ക് നയിക്കുവാൻ ദൈവം അവരെ അവിടെ നിന്ന് ഇടയാക്കണം. യേശു ക്രിസ്തു നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു.